എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു 2 തമിഴ് സിനിമകളുടെ ചെറിയൊരു ഒപ്പീനിയൻ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ബ്രദർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എം രാജേഷ് എന്ന് പറഞ്ഞ ആളാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സുന്ദർ ആറുമുഖം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജയം രവി, പ്രിയങ്ക മോഹൻ, ഭൂമിക ചൗള, നടരാജൻ, റാവു രമേശ്, VTV ഗണേഷ്, ശരണ്യ പൊൻവർണ്ണൻ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പിന്നെയും കുറേ താരങ്ങളുണ്ട്. പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഇത്രയും പേരാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ബ്രദർ സിസ്റ്റർ പാസം, പതിവ് പോലെ തന്നെ തമിഴിൽ സ്ഥിരമായി കണ്ടുവരുന്ന പാസം ഒരു ട്രാക്കിൽ പോകുന്നൊരു സിനിമ തന്നെയാണ് ഈ സിനിമ. പക്ഷേ സാധാരണ ഉണ്ടാകുന്ന അതുപോലെ തന്നെ ഇതിൽ തങ്കച്ചി ബ്രദർ പാസ്സാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ജയൻ രവി അവതരിപ്പിക്കുന്ന കഥാപാത്രം അത്യാവശ്യം തല്ലുപിടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന, നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ചാടിക്കയറി ഇടപെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം നാട്ടിൽ ചെറിയ വിഷയത്തിൽ ഉൾപ്പെടുന്നതും പിന്നീട് ആ ആളെ സഹോദരിയായിട്ടുള്ള ഭൂമിക ചൗള അവതരിപ്പിക്കുന്ന സഹോദരി കഥാപാത്രം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അതായത് പിതാവിനോട് ഇവൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഇവനെ ഞാൻ നല്ലൊരു ആളാക്കി തിരിച്ചു തരാം എന്നുള്ളൊരു ഇതിൽ ഒരു വാക്ക് നൽകിക്കൊണ്ട് കൊണ്ടുപോകുന്നതും പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളും പിന്നീട് അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു പക്ക ഫാമിലി സബ്ജക്റ്റ് എന്ന രീതിയിൽ, ഒരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന രീതിയിൽ മേക്ക് ചെയ്യാനാണ് സംവിധായകൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഒരു ആവറേജ് ഒരു മികവൊക്കെ പുലർത്തിയൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഒരു മോശമല്ലാത്ത അത്യാവശ്യം നല്ല ചെറിയ ചെറിയ കോമഡിയും കാര്യങ്ങളും ചെറിയ ചെറിയ പിന്നെ ഫൈറ്റും അങ്ങനത്തെ കുറച്ച് കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം മോശമല്ലാത്ത ഒരു രീതിയിൽ ഒരുക്കി വെച്ചൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് ഇങ്ങോട്ട് വന്ന സമയത്ത് സെക്കൻഡ് ഹാഫ് ശരിക്കും ഒരു സീരിയൽ നിലവാരത്തിലേക്ക് അങ്ങ് പോയി എന്ന് തന്നെ പറയാം. കാരണം പിന്നീട് ഫുള്ള് ഭയങ്കര നാടകീയത, ഭയങ്കര പിന്നെ വലിച്ചില്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ഒരു ഫ്ലോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു മോശമില്ലാത്തൊരു സാറ്റിസ്ഫൈഡ്, അതായത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് ആ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒന്നിനും പറ്റാത്ത രീതിയിലേക്ക് ഒരു സീരിയൽ നിലവാരത്തിലേക്ക് സിനിമ പോയി. പിന്നീട് ക്ലൈമാക്സിലേക്കൊക്കെ വന്ന സമയത്ത് ഇത് എന്തൊരു ക്ലൈമാക്സ് ആണെന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ, അതായത് പിന്നെ ക്ലൈമാക്സിലൊരു സീനിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിലുള്ള വില്ലനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിനായക കഥാപാത്രം ആയിട്ടുള്ള ആളെ വഴിയിൽ ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ എന്തോ നമ്മൾ പഴയ സിനിമകളിലൊക്കെ ചില കാര്യങ്ങൾ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കില്ല. അതായത് ഇപ്പം പിന്നെ നായകനെ ആരെങ്കിലും ഗുണ്ടകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കറക്റ്റ് സമയത്തിന് നായകൻ ആ വഴിക്ക് വരിക, അല്ലെങ്കിൽ നായകൻ ആരെങ്കിലും പിന്നെ ശല്യപ്പെടുത്തുമ്പോൾ അതേ സമയത്ത് നായകന് ആ വഴിക്ക് വരിക. അതേപോലെ നായകൻ എന്തെങ്കിലും അടിപറ്റി ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ഒരു രക്ഷക എന്നുള്ള നായിക വരിക എന്നൊക്കെ രീതിയിലുള്ളൊരു യാദൃശ്ചികമായിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് പണ്ടത്തെ സിനിമയിലാണ് കാര്യമായിട്ട് അത് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രതിനായക കഥാപാത്രം എന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, വലിയ ഒരു വില്ലൻ കഥാപാത്രം ഒന്നും പറയാനില്ല, എന്നാലും കൂടെ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം അഭിനയിച്ച ആളെ ഒരു സമയത്ത് കാറിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറക്കി വിടുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് വിത്തിൻ 5 മിനിറ്റ്സ് 5 മിനിറ്റിനുള്ളിൽ കറക്റ്റ് സമയത്ത് നായകൻ എവിടെ നിന്നോ അവിടെ എത്തിച്ചേരുക. പിന്നെ നായകനെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഈ ഗുണ്ടകൾ ഇയാളെ പിടിച്ചു കൊണ്ടുപോവുക. ഇങ്ങനെ എല്ലാം വളരെ കോയിൻസിഡൻസ് ആയിട്ട് പിന്നീട് ഒരു സിനിമയുടെ താളം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലൊരു കോമഡി, എന്താ പറയുക, ആ കോമഡി അല്ല, സിനിമൻ്റെ അകത്ത് നമുക്ക് ആസ്വദിക്കുന്ന കോമഡി അല്ല, വേറൊരു ലെവലിൽ ഒരു മലങ്കൾട്ട് ലെവലിലേക്ക് സിനിമ പിന്നീട് അങ്ങ് താന്നു പോയി. കറക്റ്റ് പറഞ്ഞാൽ സീരിയൽ ലെവലിലേക്ക് താന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെ മ്യൂസിക്കാണ് ഏറ്റവും കോമഡി, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെയുള്ള മ്യൂസിക് പക്ക സീരിയൽ ലെവൽ മ്യൂസിക്. എനിക്ക് തോന്നുന്നു ആരിസ് ജയരാജാണ് ഇതിന് മ്യൂസിക് ചെയ്തിരുന്നത്. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ചെയ്തിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. പാട്ടുകളൊക്കെ കണക്കാണ്, വലിയ രസമുള്ള പാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ട് വലിയൊരു പരാജയം നേരിട്ട് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പിന്നെ ഒരുക്കാൻ പറ്റാതെ
അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ, ഉദ്ദേശിച്ച രീതിയിൽ മേക്ക് ചെയ്യാൻ പറ്റാതെ വലിയൊരു മോശം സിനിമ എന്ന ലെവലിലേക്ക് മാറിപ്പോയ ഒരു സിനിമയാണ് ബ്രദർ. ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവലിൽ പോയി സെക്കൻഡ് ഹാഫ് മോശമാക്കിയ ഒരു സിനിമ എന്ന് ചുരുക്കി പറയാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക, വേണമെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യില്ല. സിനിമ നിലവിൽ ZEE5 അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അത്ര തന്നെ. ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യില്ല. അടുത്ത സിനിമ എന്ന് പറയുന്നത് ബ്ലഡി ബഗർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇത് എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും M. ശിവബാലൻ എന്ന് പറഞ്ഞ ആളാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജയിലറിൻ്റെ സംവിധായകനായിട്ടുള്ള നെൽസൺ ആണ്. കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കെവിൻ, രാധാരവി, റെഡിൻ കിങ്സ്ലി, പടം വേണുകുമാർ, മിസ് സലീമ, സുനിൽ സുഗത, ടിം കാർത്തിക് എന്നിവരൊക്കെയാണ്. ഇതിൽ കാര്യമായിട്ട് ഞാൻ അറിയുന്ന ഒരു പിന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നതിൽ ഞാൻ അത്യാവശ്യം കണ്ടുപരിചയമുള്ള മുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സുനിൽ സുഗതയും മറ്റൊന്ന് പിന്നെ ഈ റെഡിൻ കിങ്സ്ലിയും ആണ്. ഈ കെവിൻ്റെ സിനിമ പോലും ഞാൻ അധികം കണ്ടിട്ടില്ല. എനിക്ക് ആ ഒരു നടനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഈ സിനിമ ഗംഭീര സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഈ പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി അങ്ങനല്ല, അത്യാവശ്യം അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു നിമിഷം പോലും നമുക്ക് ബോറിംഗ് ഇല്ലാതെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമ മാർക്കറ്റ് ചെയ്ത് തന്നെ നെൽസൺ പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ, അതായത് നമ്മുടെ ജയിലർ ഡയറക്ടറായിട്ടുള്ള നെൽസൺ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ മാർക്കറ്റ് ചെയ്യുക തന്നെ ചെയ്തത്. അപ്പോൾ നെൽസൺ എന്തുകൊണ്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്നു എന്നതിന് ഉത്തരം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു പിച്ചക്കാരൻ്റെ കഥയാണ്. ഒരു പിച്ചക്കാരൻ ഒരു ദിവസം അയാൾ സ്വപ്നം കണ്ടതുപോലുള്ള ഒരു വലിയൊരു കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നതും അവിടെ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചില കാര്യങ്ങളും അതിനുശേഷം നടക്കുന്ന ചില സംഭവങ്ങളും തമാശകളും പിന്നെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളും അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ എന്നുള്ള രീതിയിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ബ്ലഡി ബഗർ. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ കഥ എന്നറിയാനൊന്നുമില്ല. അയാൾ ഈ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നതിന് ശേഷമുള്ള സംഭവങ്ങൾ മാത്രമാണ്. ആ സംഭവത്തിനുള്ളിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ചില കോമഡികളും ചെറിയ പിന്നെ ട്വിസ്റ്റുകളും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അത് വളരെ വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മേക്കിംഗ് ഉണ്ട്. ഈ കോമഡി രംഗങ്ങളൊക്കെ നല്ല രീതിയിൽ പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ റെഡിൻ കിങ്സ്ലിനെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ചില കോമഡികളൊക്കെ ഭയങ്കര അരോചകമാണെന്നുള്ളത് സമീപകാലത്തൊക്കെ ചില റിവ്യൂസൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോമഡി ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മോശമില്ലാത്ത അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും നല്ലൊരു റോളാണ് ഈ സിനിമയിലുള്ള റോള്. അതുപോലെ തന്നെ നായകനായിട്ടുള്ള കെവിൻ തൻ്റെ ഭാഗം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളിയുടെ സ്വന്തം സുനിൽ സുഗത, അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ആ വേഷം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ലഭിച്ച വേഷം. അപ്പം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ചബിളായിട്ടാണ് ഞാൻ പറയുക. കാരണം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലുണ്ടാകുന്ന ചില ട്വിസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട് ലാസ്റ്റിലേക്ക്. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതിലൊരു പിന്നെ ഇതിൽ ഈ രാധാരവി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇതിൽ ഒരു വലിയ നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കഥാപാത്രങ്ങൾ ഇങ്ങനെ ഒരു സൈക്കോ പോലെ, അതായത് കഥാപാത്രങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ മനസ്സിലേക്ക് മാറി വരുന്ന ഒരു കഥാപാത്രം ഇതിലുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിലുള്ള ഒരാൾക്ക് അദ്ദേഹം അഭിനയിച്ചിരുന്ന കഥാപാത്രങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കഥാപാത്രം അവതരിപ്പിച്ച ആളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചിരിക്കാനുള്ള വകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭയങ്കര ഒരു നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വൃത്തിക്ക് എടുത്തു വെച്ചൊരു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കാണാൻ ശ്രമിക്കാം. അപ്പോൾ ബ്ലഡി ബഗർ ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിനിമ നിലവിൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കാണാത്ത ആളുകൾക്ക് ഒന്ന് കാണാൻ ശ്രമിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.